കേരള ഫുട്ബോളിൽ ചരിത്രമാറ്റത്തിന് തുടക്കമിട്ട സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണ് നാളെ കോഴിക്കോട് തുടക്കമാവും. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കാലിക്കറ്റ് FC ഫോഴ്സ കൊച്ചിയെ നേരിടും. 6 ടീമുകൾ പങ്കെടുക്കുന്ന 2.5 മാസത്തോളം നീളുന്ന സൂപ്പർ ലീഗിന്റെ ഫൈനൽ ഡിസംബർ 14 നടക്കും. ആറ് വേദികളിൽ സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിനെ പന്തുരുളും. ആദ്യ മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കാലിക്കറ്റ് FC റണ്ണേഴ്സ് അപ്പുകളായ ഫോഴ്സ കൊച്ചിയെ നേരിടും. German Football Association is one of the most respected associations in the world. So they have tied up for the first time with a league in the world. This experience of 50 years, that knowledge and data transfer, adu nadakkunna samayathu our clubs also tend to benefit a lot. Apart from that, player exchange programs wherein German players can come and play in our league. And our nammade nalla players should get an opportunity to go to Germany and play. Maybe a smaller division or wherever opportunity കിട്ടുന്ന പോലെ they should be able to go and play there. രണ്ടാം സീസണിൽ ബൂട്ട് കെട്ടുന്ന 186 താരങ്ങളിൽ 100 പേർ മലയാളികൾ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 50ഉം ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള 36 വിദേശ താരങ്ങളും കളത്തിലിറങ്ങും. റാപ്പർ വാഡനും മണികണ്ഠൻ അയ്യപ്പയും ചേർന്നാണ് രണ്ടാം സീസണിന്റെ ആന്തം സോങ് തയ്യാറാക്കിയത്. പുതിയ സീസണിൽ കണ്ണൂരിനും തൃശൂരിനും സ്വന്തം തട്ടകങ്ങൾ ലഭിച്ചു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയവും തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയവുമാണ് ഇരു ടീമുകളുടെയും ഹോം ഗ്രൗണ്ടുകൾ. ഫോഴ്സ കൊച്ചി FCക്ക് ഇത്തവണ എറണാകുളം മഹാരാജാസ് സ്റ്റേഡിയമാണ് ഹോം ഗ്രൗണ്ട്. സൂപ്പർ ലീഗ് കേരള ക്ലബ് ഉടമകളും സിനിമാ താരങ്ങളും മറ്റു രാഷ്ട്രീയ നേതാക്കളും കേരള ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് മലയാളം, കോഴിക്കോട്.